കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇങ്ങനെ ഒരു ചർച്ച ഇടയ്ക്കുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടായിട്ടുള്ള ഇന്ത്യൻ, ഈ ഒരു ഇതിനെ എങ്ങനെ കാണുന്നു? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ 1920-25 കാലഘട്ടത്തിലുണ്ടായ ഒരു തർക്ക പ്രശ്നമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിലവിലുള്ളൊരു തർക്കം 1920 25 എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രപ്പോസൽ വന്നു ആദ്യം. അപ്പോൾ അന്ന് ഇൻ്റർനാഷണൽ പാർട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ ആ സജഷൻ എടുക്കുകയാണ് ചെയ്തത്. എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. അന്നിപ്പോൾ അതിനെ വലിയൊരു ചർച്ചയാക്കേണ്ട ഒരു കാര്യം ഇല്ലെങ്കിലും ഞങ്ങൾ കോൺഫെഡറേഷൻ ഉണ്ടാക്കിയപ്പോൾ CMP, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് പിന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അത് പറഞ്ഞതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇത് പൊട്ടിമുളയ്ക്കുകയോ തകർന്നു പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ദേശീയ തലത്തിൽ ദേശീയമായൊരു പേര് അതിലുണ്ടാവണം. ചിലർ പറയും ഭാരതീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാക്കണം എന്ന് പറഞ്ഞവരുണ്ട്. ഭാരതീയ സാമ്യവാദ് പാർട്ടി അങ്ങനെ എന്തോ ഒരു അല്ല, അങ്ങനെയല്ല, ഹിന്ദിയിൽ അങ്ങനെയൊക്കെയല്ലേ വരുന്നത്, ഇപ്പോഴും പറയുന്നവരുണ്ട്. അതൊന്നുമല്ല അതിൻ്റെ ബേസിക് പ്രോബ്ലം. ഇപ്പോൾ CMP ഉണ്ടായപ്പോൾ ആനന്ദ ബസാർ പത്രികയുടെ ഒരു ലേഖകൻ MVRനോട് ആ ദിവസം, അതായത് ജൂലൈ 27, 86 തൃശ്ശൂരിൽ വന്നിട്ട് ആനന്ദ ബസാർ പത്രിക, CPM എന്ന് വിട്ടൊരു പാർട്ടി ഉണ്ടാകുമ്പോൾ ബംഗാളിലന്ന് വലിയ വിഷയമാണല്ലോ, വലിയ വിഷയമൊന്നുമല്ല. ചോദിച്ചു എന്താണ് ദേശപ്പേരില്ലാത്തൊരു പാർട്ടി ഉണ്ടായത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഇല്ല, ഇന്ത്യയും ഇല്ല, CMPക്ക് രണ്ടുമില്ല. അപ്പോൾ ഞാനാണ് MVRനെ സഹായിക്കാനായിട്ട്, ഭാഷാപരമായിട്ട് സഹായിക്കാനായിട്ട് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് മറുപടി വളരെ ക്യുക്കായിരുന്നു. ലോകത്തെ എവിടെ ഉണ്ടാക്കാമല്ലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ എവിടെ വേണ്ടി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അത് മൂപ്പര് ക്യുക്കായിട്ട് അന്നൊരു ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞതാണെങ്കിലും അതും പോരെ. എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലേ. പക്ഷെ അങ്ങനെ ഒരു പേര് എന്നുള്ളതല്ല അത് പറയുന്നത്. അതായത് ഇന്ത്യൻ ദേശീയത അല്ലെങ്കിൽ ഇന്ത്യൻ അതെ ഇന്ത്യൻ ദേശീയതയാണായിട്ടുള്ള ബന്ധത്തെയാണ് അത് ചുരുക്കുകയും കൂട്ടുകയും ചെയ്യുന്നത്. നിങ്ങൾ നാഷണലാണോ ഇൻ്റർനാഷണലാണല്ലോ. ഇന്നിപ്പോൾ അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന്, സാധാരണ കുടുംബങ്ങൾ പോലും ഇൻ്റർനാഷണലായി. ഈ ദേശീയത എന്നുള്ള കോൺസെപ്റ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആക്ടിവിറ്റി വൈസ് ഇപ്പോൾ താങ്കളുടെ അടുത്ത് ബന്ധുക്കൾ ഇൻ്റർനാഷണൽ അല്ലേ? അതെ. അറിഞ്ഞിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെയുള്ള ക്രൂവിൻ്റെ എല്ലാം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതെ, ഉണ്ടായിരിക്കും. എൻ്റെ മകള് വിദേശത്താണ്. അതെ. അപ്പോൾ ഇന്നിപ്പോൾ അതും BJPയുടെ ഒരു ഫണ്ടമെൻ്റൽ, എല്ലാ ദേശീയതാ പാർട്ടികളുടെയും ഒരു ഫണ്ടമെൻ്റൽ ത്രെട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാനിഫെസ്റ്റോയിൽ യുവാവായ മാർക്സ് 30 വയസ്സിലാണ് മാനിഫെസ്റ്റോ, എംഗൽസിന് 28, രണ്ട് കുട്ടികൾ ചെറുപ്പക്കാർ. അവർ പറഞ്ഞു സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും, തൊഴിലാളി വർഗത്തിന് രാജ്യമൊന്നുമില്ല, അവർ ഇൻ്റർനാഷണലാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലേ എന്നവിടെ മാറ്റി വയ്ക്കുക. തൊഴിലാളികൾ ഇൻ്റർനാഷണൽ ആയില്ലേ? അതെ, ആയില്ലേ? ആയി. ഇപ്പോഴത്തെ പ്രശ്നം എന്താ പറയുക? ലേറ്റസ്റ്റ് പ്രശ്നം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് പ്രശ്നം. അപ്പോൾ അതിനെക്കുറിച്ച് ചില ആൾക്കാർ പറയുന്നത് ഇവിടെ പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ നിങ്ങൾ എതിർത്തില്ലേ എന്ന്. കമ്പ്യൂട്ടർ വന്നപ്പോഴൊന്നുമല്ല. തങ്ങൾക്ക് ആ ചരിത്രം അറിയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് നമുക്ക് ഇച്ചിരി ഒന്ന് മാറി നടക്കാം. ലുഡൈറ്റ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു 19th സെഞ്ച്വറിയുടെ ആദ്യത്തിൽ. കിങ് ലുഡൈറ്റ്, അങ്ങനെ ഒരാളില്ല ഇംഗ്ലണ്ടിൽ, സാങ്കല്പിക കഥാപാത്രമാണ്. അപ്പോൾ കിങ് ലുഡൈറ്റിൻ്റെ അനുയായികളാന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ഈ കൈത്തറിക്ക് പകരം യന്ത്രത്തറി വന്നപ്പോൾ യന്ത്രത്തറി തല്ലിപ്പൊളിക്കൽ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ട്രാക്ടറും കമ്പ്യൂട്ടറും മാത്രമൊന്നുമല്ല, അത് ഫ്രാൻസിലുണ്ടായിരുന്നു, ജർമ്മനിയിലുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പോൾ അന്ന് അവിടുത്തെ ഇഷ്യൂ അതായിരുന്നു. ഇന്നത്തെ ഇഷ്യൂ എന്താണെന്നറിയോ? നിങ്ങൾ മനുഷ്യനാണോ യന്ത്രമാണോ എന്നുള്ളത്. അപ്പം എന്നെ എപ്പോഴും അലട്ടുന്നൊരു ചോദ്യം അത്. ആർ യു എ ഹ്യൂമൻ ബീയിങ്? അല്ലേ?
ക്വസ്റ്റ്യൻ അല്ലേ? അതെ. എന്നിട്ട് നിങ്ങൾ ഹ്യൂമൻ ബീയിങ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മോട്ടോർ സൈക്കിളുള്ള ചിത്രങ്ങൾ എത്ര? ഇത് യന്ത്രത്തിന് മനസ്സിലാവില്ലേ? മനുഷ്യന് മനസ്സിലാവുന്നതിലധികം യന്ത്രത്തിന് മനസ്സിലാവുകയാണ്. ഇപ്പോൾ യന്ത്രം മനുഷ്യനും തമ്മിലുള്ള തർക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത്. മുതലാളിയും തൊഴിലാളിയും മാത്രമല്ല, ആ യന്ത്രം മുതലാളിയുടെ കയ്യിലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ 100 കൊല്ലം മുമ്പുള്ള പ്രശ്നങ്ങളൊന്നും അല്ല. നേരത്തെ പറഞ്ഞതിലൊരു ഞാനപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നത്, അതായത് ഇൻ്റർനാഷണലി ആണെങ്കിലും ഇന്ത്യൻ വേരുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു കൾച്ചറിൻ്റെ വേരുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇൻ്റർനാഷണലി ഉള്ളവരുടെ ഇടയിൽ പോലും. അല്ലെങ്കിൽ അത് പലപ്പോഴും UK യിലും US ലും ഇവിടെയൊക്കെ, പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ പോലെ BJP എന്നുള്ള ദേശീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ത്രട്ടാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ സംഘടനാ രൂപങ്ങൾ പലപ്പോഴും ഇവിടെയെല്ലാം അത് ഇൻ്റർനാഷണലി സംഘടിക്കുന്നത് ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കുറച്ച് കാലം അങ്ങനെ പോവും, കുറേ കാലമായി. അതെ, കുറച്ച് അങ്ങനെ പോവും. അത് കഴിഞ്ഞ് അവരുടെ മക്കൾ വരുമല്ലോ. അതിന് ABCD എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ABCD എന്ന് അമേരിക്കയിലെ 3ാം തലമുറയെ വിളിക്കുന്ന പേരാണ്. അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശി. മനസ്സിലായോ? അമേരിക്കൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശി. അത് ABCD എന്നൊരു സൗകര്യത്തിന് വേണ്ടി ദേശി എന്ന് എഴുതുകയാണെങ്കിലും നമുക്ക് നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഒരു ക്ഷീണമില്ല. നമ്മുടെ നാഷണൽ ഐഡൻറ്റിറ്റിയെ ഇടിച്ചു താഴ്ത്തിയത് ആരാണ്? നമുക്ക് ആ പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ യൂറോപ്യൻസാണ്. ഇന്ത്യ പാമ്പ് കളി മോശപ്പെട്ട കാര്യമൊന്നുമല്ല. വെറുതെ ഒരു പാമ്പിനെ കളിപ്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു മൂർഖൻ പാമ്പിനെ കളിപ്പിക്കുക എന്നുള്ളത് അതിൽ എക്സ്പെർട്ടൈസ് ഇല്ലേ? ഉണ്ട്. ഒരു ആനയെ കൊണ്ട് നടക്കുന്നത് എളുപ്പമുള്ള പണിയാണ്. ഇപ്പോൾ പല ചാനലുകളും ആനപ്പാപ്പാന്മാരെ ഇൻ്റർവ്യൂ ചെയ്ത് തുടങ്ങി. നമ്മുടെ കുളങ്ങര അടക്കം വളരെ ഹിറ്റാണ്, ഭയങ്കര ഹിറ്റാണ്. ഞാൻ അദ്ദേഹത്തെ അറിയാച്ചാൽ ഞാനൊരു ആനപ്രാന്തനാണ്. എനിക്കൊരു ആനയെ കണ്ടാൽ അറിയാം. അതിനിടയിൽ അങ്ങനെയുണ്ട്. അതുകൊണ്ട് ഞാൻ 50 വർഷം 50 തവണ, താങ്കൾ 50 എന്ന് പറഞ്ഞില്ലേ, എലഞ്ഞിത്ര മേളം കേട്ട ആളാണ് തൃശ്ശൂർ. അപ്പോൾ ഞാനതൊരു പ്രധാനപ്പെട്ട ആളായിട്ടല്ല, അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? അപ്പം അത്തരത്തിലുള്ള നമ്മുടെ ഓരോ വിഷയങ്ങളിലും ആഴ്ന്നിറങ്ങിക്കിടക്കുന്ന വിഷയങ്ങളെല്ലാം വെറും നിസ്സാരവൽക്കരിച്ചത് യൂറോപ്യൻ കോളനിസ്റ്റുകളാണ്. അത് RSSും BJPയും പറയേണ്ട ഗൗരവത്തിൽ പറയുന്നില്ല. അവർക്ക് മുഗളന്മാരോടാണ് കൂടുതൽ വിരോധം, ബ്രിട്ടീഷുകാരോടല്ല. എനിക്ക് മുഗളന്മാരോട് പ്രത്യേക സ്നേഹം ഉണ്ടായിട്ടല്ല. അവർ ഇവിടെ ഒന്നും കൊണ്ടുപോയില്ല. നാദിർഷ കൊണ്ടുപോയി. അപ്പോൾ അതിൽ ഹിന്ദു മുസ്ലിം അല്ല, ഉടനെ തന്നെ ഹിന്ദു മുസ്ലിം അല്ല. നാദിർഷ കോഹിനൂർ കൊണ്ടുപോയി, സ്വന്തം മകനെ വെട്ടിക്കൊന്നു അല്ലേ? അതെ. അപ്പോൾ മുഗൾസ് എന്ന് പറയുന്നവർ ഇന്ത്യക്ക് അഭിമാനമാണ്. അതിന് മുസ്ലിം റൂളേഴ്സ് എന്നല്ല, മുസ്ലിം റൂളേഴ്സ് വേറെയുണ്ട്. അവർ വന്നപ്പോൾ ഇവിടെ മുസ്ലിം റൂളേഴ്സാണ് ഉണ്ടായിരുന്നത്, ഖിൽജിമാരാണ് ഉണ്ടായിരുന്നത് അല്ലേ? അതെ. ഇപ്പോൾ ആൾക്കാരെല്ലാം ഡൽഹിക്ക് പോയിട്ട് ഞാൻ കുത്തബ് മിനാറും കണ്ടു, താജ്മഹലും കണ്ടു. നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ പണിത 2 കെട്ടിടങ്ങളാണ് അല്ല, നിർമ്മിതികളാണ് അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് RSS ഐഡിയോളോഗുകളോടും അവരൊക്കെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ് ഒക്കെ ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ they have to modernize in their thinking. ഇത് ലാഭകരമായിരിക്കും ഇപ്പോൾ. ദിസ് മേക്സ് പ്രോഫിറ്റ്സ്. പക്ഷെ അതുകൊണ്ട് എന്നെപ്പോലെ ആൾ അത് കൊള്ളാമെന്ന് പറയില്ല. ഒരാൾ ലാഭകരമായൊരു ബിസിനസ് ചെയ്യുന്നു, അപ്പോൾ അത് കാണുമ്പോൾ ലാഭം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അത് കൊള്ളാവുന്ന ബിസിനസ്സല്ല. പക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഏറ്റ ഒരു തിരിച്ചടിക്കൊരു കാരണം ഇവിടുത്തെ ഒരു കൾച്ചറിനെയും കൂടെ ഇത് ചെയ്യാത്തതുകൊണ്ടായിരുന്നില്ലേ? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൾച്ചറിനെ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവർ ഉൾക്കൊണ്ടിരുന്നു. ഇന്ത്യൻ ദേശീയത എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലേ? പക്ഷെ ദേശീയതയും സർവ്വദേശീയവും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ നിർണായക ഘട്ടത്തിൽ, എല്ലാ ദിവസവും അല്ല, ക്വിറ്റ് ഇന്ത്യ തെറ്റായ സമീപനം എടുത്തു എന്ന് പറയുന്ന ഏക പാർട്ടിയാണ് CMP. ഒരു പ്രമേയത്തിലൂടെ തന്നെ ഇപ്പോൾ അംഗീകരിച്ചു. മറ്റേ ഞങ്ങൾ പറയില്ല മാത്രമേ ഉള്ളൂ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ
രാജ്യം മുഴുവൻ ദേശീയമായ പ്രക്ഷോഭണത്തിന് ഇങ്ങനെ തീച്ചൂളയിൽ നിൽക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ, നെഹ്റുവാണ് അതിൻ്റെ ഉദ്ഘാടകൻ, കിസാൻ സഭ, അഖിലേന്ത്യാ കിസാൻ സഭ, ഇവരൊക്കെ പ്രചണ്ഡമായ സമരങ്ങൾ, എ ടി യു സിയും കോൺഗ്രസ്സിലുണ്ടായതല്ലേ, ATUC, കിസാൻ സഭ, ASF, ഈ 3 പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഉണ്ടായിരുന്നത്. അവരെ മുഴുവൻ ഡിസോൺ ചെയ്യുന്ന തരത്തിൽ കോൺഗ്രസ്സുകാർ ജയിലിനകത്തേക്കും കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ നിന്ന് പുറത്തേക്കും വന്നില്ലേ, അവിടെ ബ്രേക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 48-ൽ രാജ്യം മുഴുവൻ ദേശീയ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുമ്പോൾ ഇത് ദേശീയ സ്വാതന്ത്ര്യമൊന്നല്ല, അപ്പോൾ ഞങ്ങളൊക്കെ പൊട്ടന്മാരാ എന്നല്ലേ ഇത് ആചരിക്കുന്ന ആൾ വിചാരിക്കണേ. അത് 10 കൊല്ലം ജയിലിൽ കിടന്നവനും 5 വർഷം ജയിലിൽ കിടന്നവനും ഒളിവിൽ പോയവനും മർദ്ദനമേറ്റവനും ദേശീയ പതാക വരുത്തവൻ പറയുന്നത് ദേശീയ സ്വാതന്ത്ര്യം അല്ല എന്ന്. എന്തുകൊണ്ടെന്നാൽ കോമൺവെൽത്തിലുണ്ട്. ഒരു കാരണം കണ്ടുപിടിക്കുക. അതിന് ഒരു ഡിക്റ്റമുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന, പെർഫെക്റ്റ് ഈസ് ദ എനിമി ഓഫ് ഗുഡ്. എന്ത് കാര്യത്തിനെയും പെർഫെക്റ്റൈസ് ചെയ്യുക. അത് വാക്ക് ഞാൻ ഇപ്പോൾ ഒന്ന് ക്രിയാപദമാക്കിയതാണ്. പെർഫെക്റ്റൈസ് ചെയ്യുക. അപ്പോൾ പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് അല്ലെങ്കിൽ ഗുഡല്ല. അതിന് വിളിക്കുന്നതാണ് എന്നെ വി രാമേന്ദ്രൻ സാർ പഠിപ്പിച്ചത്, പ്ലാനിങ് ബോർഡിലുണ്ടായിരുന്നു. പെർഫെക്റ്റ് ഈസ് ദ എനിമി ഓഫ് ഗുഡ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രോബ്ലം അതാണ്. ക്വിറ്റ് ഇന്ത്യ സമരം പെർഫെക്റ്റ് അല്ല, കാരണം റഷ്യയെ ആക്രമിച്ചു. റഷ്യ നേരെ പോയിട്ട് സ്റ്റാലിൻ എസ്റ്റോണിയ, ലാറ്റ്വിയ തുടങ്ങിയ പ്രദേശങ്ങൾ, പോളണ്ട് ഉൾപ്പെടെ, പോളണ്ട് വരെ അനക്സ് ചെയ്തു, ബാൾട്ടിക് റിപ്പബ്ലിക്കുകൾ അല്ലേ. ഹിറ്റ്ലറുമായി ചേർന്നിട്ടായിരുന്നു, ഹിറ്റ്ലറുമായിട്ട് കൃത്യമായ ഉടമ്പടി ഉണ്ടാക്കി അല്ലേ, മൊളോട്ടോവ് റിബൻട്രോപ്പ് ഉടമ്പടി. അപ്പോൾ ഇതാരും കണ്ടില്ലേ. അപ്പോൾ അന്ന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നേ ഉള്ളൂ, ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കണ്ടില്ല എന്നടിച്ചു അല്ലേ. അപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം വളരെ ഒരു സങ്കീർണമായിട്ടുള്ളൊരു ചരിത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ത്യാഗങ്ങൾ ഒരാൾക്കും അതിന് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്താ സർട്ടിഫിക്കറ്റ് എന്നറിയോ? കാൺപൂർ ഗൂഢാലോചന കേസിൻ്റെ കുറ്റപത്രം വായിച്ചാൽ മതി. കാൺപൂർ ഗൂഢാലോചന കേസിൻ്റെയും മീററ്റ് ഗൂഢാലോചന കേസിൻ്റെയും കുറ്റപത്രം, FIR അല്ല, അത് വായിച്ചാൽ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും വായിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്രയൊന്നും ആളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അത് വലിയൊരു അപാകതയാണ്. അത് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ 20s നടന്ന കാര്യങ്ങളാണ്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്തത്? ബ്രിട്ടീഷുകാരോട് 4 ആളെ തൂക്കിക്കൊന്നില്ലേ കയ്യൂര്? അതിൽ ഒരാളെ വെറുതെ വിട്ടു. ആ വെറുതെ വിട്ട ആളുടെ ചേട്ടൻ്റെ മകനാണ് CMBയുടെ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ. എന്തുകൊണ്ടാണ് വിട്ടതെന്നറിയോ? അതിലൊരു രസകരമായിട്ടൊരു വരിയുണ്ട്. ഐ റിഫ്യൂസ് ടു ബിലീവ് ദാറ്റ് എ BA ഡിഗ്രി ഹോൾഡർ will walk in the scorching sun of March holding a red flag and wearing a khaki trouser. BA ഡിഗ്രിക്കാരനായ ഒരാൾ മാർച്ച് മാസത്തിൻ്റെ തീപിടിച്ച ചൂടിൽ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് കാക്കി ട്രൗസർ ഇട്ട് നടക്കുമെന്ന് വിശ്വസിക്കാൻ ഞാൻ കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിൽ 5ാമത്തെ ആൾ അങ്ങനെയാണ് തൂക്കിക്കൊല്ലേണ്ടതേ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു വല്ലാത്തൊരു സങ്കീർണതയാണത്. ഒരു ഭാഗത്ത് രാജ്യത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും അടിച്ചമർത്തർക്ക് വേണ്ടിയും കണ്ടമാനം കഷ്ടപ്പെട്ടൊരു പാർട്ടി, മറുഭാഗത്ത് നാഷണൽ ഇൻ്റർനാഷണൽ കൺഫ്യൂഷൻ. ഈ 4 കയ്യൂർ തൂക്കിലേറ്റപ്പെട്ടവർ ആ ഒരു പ്രക്ഷോഭം നയിക്കുന്ന സമയത്തും തൂക്കിലേറ്റപ്പെടുമ്പോഴും ഒരു സമയത്ത് ബ്രിട്ടനെതിരെയായിരുന്നു പാർട്ടി. അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരു തൂക്കിലേറ്റപ്പെടുമ്പോൾ ബ്രിട്ടൻ അനുകൂലമാണ് പാർട്ടി. ആ സന്ദർഭത്തിലല്ല ഞാൻ പറഞ്ഞത്, അതാ പറഞ്ഞത്. അപ്പോൾ ഒരു ഭാഗത്ത് തൂക്കിലേറ്റപ്പെടുക, മറുഭാഗത്ത് കൺഫ്യൂസിങ് ആയിട്ടുള്ള പൊസിഷൻസ് എടുക്കുക, ഈ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് 48 വന്നപ്പോൾ എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യം കിട്ടിയില്ല. അപ്പോൾ അതോടുകൂടി വീണ്ടും പാർട്ടി ഒറ്റപ്പെട്ടില്ലേ?
ഒടുവിൽ നമ്മളെല്ലാം സ്റ്റാലിനിസം എന്ന് വിളിച്ച് പറയുന്നത് സ്റ്റാലിനെ കുറിച്ചാണല്ലോ. സ്റ്റാലിൻ ഇവരെ 4 ആളെ വിളിച്ചുകൊണ്ടുപോയി എവിടേക്ക്, മോസ്കോയിലേക്ക്. എൻ്റെ പറഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. നിങ്ങളുടെ ആരാധില്ല എന്ന് പറഞ്ഞത്. അതിനെയാണ് 51 നയപ്രഖ്യാപനം എന്ന് പറയുന്നത്. സ്റ്റാലിൻ്റെ ഡോക്യുമെൻ്റാണ്. അതിൽ പങ്കെടുത്ത ബാസോപ്പന്നെയ എന്നോടും എൻ്റെ ആ കാലഘട്ടത്തിലുള്ളവരോടും ഒരു 50 തവണ അത് നെറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാലിൻ മുറിക്കകത്ത് നടന്നുകൊണ്ടിരുന്നതും മേശപ്പുറത്ത് പകുതി ഒരു കാലെടുത്ത് വെച്ചിരുന്നതൊക്കെ. അപ്പോൾ അത് സ്റ്റാലിനെ എല്ലാവരും എതിർക്കുമ്പോൾ സ്റ്റാലിനാണ് കറക്റ്റ് ചെയ്തത് 51.